നമസ്കാരം. രശ്മിക മന്ദാന, വിജയ് ദേവരക്കൊണ്ട ഇരുവരും തമ്മിൽ വർഷങ്ങളായിട്ടുള്ള ഡേറ്റിങ്ങുകളൊക്കെ തന്നെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ നാളുകളായിട്ടുള്ള ഡേറ്റിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അവർ കഴിഞ്ഞ മാസം ഏകദേശം ഒക്ടോബർ 3-ാം തീയതി അവർ എൻഗേജ്ഡ് ആയി. അത് നമുക്ക് അറിയാം. പക്ഷേ ഇരുവരും അവരുടെ ആ കാര്യങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല. വളരെ സീക്രട്ടായിട്ടാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ അപ്പോൾ ചോണ്ടിയെടുത്ത കുറച്ച് റിപ്പോർട്ടുകളാണ് 2026 ഫെബ്രുവരിയിൽ അവരുടെ വിവാഹം ഉണ്ടാകും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ മാസം തന്നെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. അത് സത്യമായി മാറുകയാണ്. 2026 ഫെബ്രുവരി രശ്മിക മന്ദാനയും വിജയ് ദേവരക്കൊണ്ടയും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എൻ്റർടൈൻമെൻറ്റ് ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഈ വിവാഹം ഉദയ്പൂരിൽ വെച്ചാണ്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ വെച്ചിട്ടുള്ള വിവാഹമായിരിക്കും. രാജസ്ഥാനിലാണ് ഈ വിവാഹം നടക്കുന്നത്. അത് ഒരു സൗത്ത് ഇന്ത്യൻ പ്ലസ് നോർത്ത് ഇന്ത്യൻ രീതിയിലുള്ള ഒരു സ്റ്റൈലിലേക്ക് തന്നെയാണ് ആ വിവാഹവേദി മാറാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് പഴയ സിനിമകളിൽ ഇപ്പോൾ ഗീതാ ഗോവിന്ദ് തുടങ്ങിയുള്ള സിനിമകളിൽ തന്നെ, ഡിയർ കോംറേഡ് പോലുള്ള സിനിമകളിൽ തൊട്ട് തന്നെ ഇരുവരും തമ്മിലുള്ള ഒരു ബന്ധം വളരെയധികം സ്ട്രോങ് ആയിരുന്നു. അതിനുശേഷം തന്നെയാണ് പല പല റൂമേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ പരന്നു നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഒരു വിവരവും കൂടി പുറത്തു വരുന്നത്. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉദയ്പൂരിൽ വെച്ച് ഈ വിവാഹ ചടങ്ങ് നടക്കുന്നു. അതും ഫെബ്രുവരിയിൽ 2026. കരിയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പീക്ക് പോയിന്റിൽ നിൽക്കുന്നവരാണ് ഇരുവരും എന്നുള്ളത് കൊണ്ട് തന്നെ കരിയറിനെ ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ കരിയറിനെ മാറ്റുന്ന രീതിയിലേക്ക് ഇരുവരുടെയും നിലപാടുകളോ കാര്യങ്ങളോ ഒന്നും മാറാൻ പോകുന്നില്ല. ഇരുവരും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ആക്ടിംഗ് കരിയേഴ്സുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് NDTVയുടെ റിപ്പോർട്ട് പ്രകാരം വരുന്നത്. NDTV വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇവരുടെ റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ അടുത്ത വൃത്തങ്ങളുടെ ഭാഗത്തു നിന്നും കിട്ടിയ ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ആ ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. എനിവേസ് 2026 ഫെബ്രുവരിയിൽ ആ ഒരു മെഗാ ഇവൻ്റ് ഉണ്ടാകും. പക്ഷേ അപ്പോൾ പോലും ഇരുവരും ഡിസ്ക്ലോസ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. പ്രത്യേകിച്ച് എൻഗേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു തരത്തിലുമുള്ള പിക്ചേഴ്സോ കാര്യങ്ങളോ ഇരുവരും പുറത്തു വിടാത്തൊരു പശ്ചാത്തലവും കൂടിയുണ്ട്. എന്നാൽ പല പബ്ലിക് മീറ്റിംഗ്സിലും ഇരുവരും ഒരുമിച്ച് പങ്കെടുക്കുകയും അതെല്ലാം ഈ മീഡിയ സ്പോട്ട് ചെയ്യുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇവരുടെ ഈ ഒരു ലവ് ജീവിതം അന്ന് ട്രാക്ക് തന്നെ പലരിലേക്കും പോയത്. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇരുവരും വിവാഹിതരാകാൻ പോകുന്നത് 2026 ഫെബ്രുവരി മാസത്തിൽ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ വരുമ്പോൾ പോലും അതെങ്കിലും ഇവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. വളരെ ക്ലോസ്ഡ് ആയിട്ട് കുറച്ച് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വെച്ച് മാത്രം ചെയ്തുകൊണ്ടാണ് അവർ എൻഗേജ്മെൻറ്റ് പോലും നടത്തിയത്. വിവാഹവേദിയും അങ്ങനെ ആയി മാറുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ അതിന് ഒരുക്കങ്ങളൊക്കെ നടക്കിയതായിട്ടുള്ളതാണ് NDTVയുടെ റിപ്പോർട്ട്. അങ്ങനെ ഒരുക്കങ്ങളൊക്കെ ഇപ്പോഴേ തുടങ്ങുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യ ഒട്ടാകെയുള്ള പ്രധാനപ്പെട്ട സെലിബ്രിറ്റീസ് എല്ലാവരും ഈ വിവാഹവേദിയിൽ പങ്കെടുക്കാനുള്ള സാധ്യതയും കൂടി കണക്കിലെടുത്തുകൊണ്ട് എങ്ങനെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിവാഹവും കൂടിയായിട്ട് മാറുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മൾ ബോളിവുഡിൽ പല പല വിവാഹങ്ങൾ കാണുകയും നിൽക്കുന്നൊരു പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ കത്രീന കൈഫ്, വിക്കി കൗശൽ ദമ്പതികളുടെ വിവാഹമായിക്കോട്ടെ, അല്ലെങ്കിൽ രൺവീർ ദീപിക ആയിക്കോട്ടെ, അങ്ങനെ പല വിവാഹവേദിയിൽ നിന്നാണ് സൗത്ത് ഇന്ത്യയിൽ ഇത്രയും വലിയൊരു മെഗാ ഇവൻറ്റ് നടക്കാൻ പോകുന്നത്.